ഓക്കെ ഫൈൻ. ദിവസം ചെല്ലുന്തോറും കുട്ടികളെ കുറവാണ്. എന്താണിത്? മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഞങ്ങൾ ഏകദേശമായി എന്ന് ആർക്കെങ്കിലും ഫീൽ ഉണ്ടോ? അതാണോ ക്ലാസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തത്? ഷുവർ റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി. പക്ഷെ എന്നാലും നമുക്ക് ആ ലൈവില് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് റെക്കോർഡ് ക്ലാസ്സിൽ കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഷെയറിങ് കൂടുതലും ലൈവിലാണ് ലൈവ് ആവുന്നത്. Anyway, we'll start our session with this prayer. If anybody is ready to give prayer, please, or else we can do with a silent prayer. Anyone? Anyone, please? No? Okay, we can start the session with a silent prayer. So last class നമ്മൾ പറഞ്ഞു നിർത്തിയത് അത് മെയിൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. നമ്മുടെ ടീച്ചർ എന്നുള്ള വേർഡേ നമ്മൾ ഉപയോഗിച്ചു. ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർസ് എന്നാക്കിയല്ലേ. എല്ലാം നമ്മുടെ നോട്ട്സിൽ വരുന്നതിലൊക്കെ നമ്മൾ ആ കറക്ഷൻ ചെയ്തു. സോ എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഷുഡ് ബി എ ഗുഡ് ഒബ്സർവർ. ആ ഗുഡ് ഒബ്സർവർ ആണെങ്കിൽ ഷീ ഷുഡ് ഹാവ് ഗുഡ് കോൺസെൻട്രേഷൻ. ഗുഡ് കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ ഷീ വിൽ പ്യൂരിഫൈ ഹെർ ഹേർട്ട്. എങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? എങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ബാക്കി തോട്ട്സ് ഒന്നും വരാതെ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കണം. സോ നമ്മുടെ ഹാർട്ട് ഷുഡ് ബി പ്യൂരിഫൈഡ്. എങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? യോഗ ആൻഡ് മെഡിറ്റേഷൻ. അതാണ് പറയുന്നത്. എവറി ഡേ ഹൗ ടു പ്രാക്ടീസ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ഓർ എൽസ് ബ്രെയിൻ എക്സസൈസ്. അതിനുവേണ്ടി നിങ്ങളൊരു ടൈം കണ്ടെത്തുവാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ നമ്മുടെ പ്രെയർ ചെയ്യുന്ന ഒരു സമയം ഉണ്ടല്ലോ. അപ്പൊ ആ പ്രെയർ ഈ മെഡിറ്റേഷൻ പോലെ ചെയ്താലും മതി. കാരണം നമുക്ക് ഗുഡ് കോൺസെൻട്രേഷൻ ഇല്ലാതെ നമുക്ക് കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സെഷൻ ചെയ്യാനായിട്ട് ഒരു സ്കൂളിൽ പോകുന്നത് എവരി ഫ്രൈഡേ ആയപ്പോഴത്. അപ്പൊ എന്നെ എല്ലാം അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് പുതിയൊരു വോളണ്ടിയർ ആയിരുന്നു. എന്നോട് ചോദിച്ചു, മാം ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ, നിർബന്ധമുണ്ടോ, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ വരണോ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരുവാണെങ്കിൽ ഫുള്ളി കോൺസെൻട്രേഷനിൽ വരണം. തലയിൽ വേറെ ബിസിനസ് ഒക്കെ വെച്ചിട്ട് വരണ്ടാന്ന് പറഞ്ഞു. ഒബ്സർവേഷൻ ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ജോലി എന്ന് പറഞ്ഞു. സോ ആൾ അങ്ങനെ തന്നെ വന്നു. ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്തു. അല്ലാതെ തലയിലെ ക്ലാസ് പഠിക്കാനുണ്ട്, എന്ത് കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യം ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ആ കുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ക്ലാസ് തന്നപ്പോൾ ഫസ്റ്റ് 1 വീക്ക് മാത്രമാണ് മലയാളം അലോ ചെയ്തത്. From the second week onwards, we have to speak in English. നമ്മൾ എന്നാ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്? വാലന്റൈൻസ് ഡേ കഴിഞ്ഞുള്ള ആ വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫെബ്രുവരി 15th 19th ആണ് ഞാൻ നിങ്ങളെ കാണുന്നതെന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ പകുതിയും കഴിഞ്ഞു. അതുകൊണ്ട് 6 months കഴിഞ്ഞു. കോഴ്സിന്റെ ഒരു പകുതി ടൈം ആയി. സോ from next week onwards, our class will be in English. How to speak in English? അപ്പൊ കുറച്ചുകൂടെ നമ്പർ കുറയോ ക്ലാസ്സിൽ വരുന്നവരുടെ? അല്ലെങ്കിൽ ഓടി പോവോ, ചാടി പോവോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ട്. സോ ഹൗ ടു, എങ്ങനെയായിരുന്നു ഗ്രാമർ, വൊക്കാബുലറി, അതിനെ കുറിച്ചൊന്നും ബോധനീയേ ചെയ്യരുത്. അങ്ങ് കൂളായിട്ട് സംസാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് വായിപ്പിക്കുമ്പോ ഞാൻ പ്രൊനൗൺസിയേഷനോ ഗ്രാമറോ ഒന്നും ഞാൻ കറക്റ്റ് ചെയ്യില്ല. അത് നമുക്ക് താനേ വന്നോളൂ. നമ്മൾ കുറെ വായിക്കുമ്പോൾ മറ്റുള്ളവർ വായിക്കുന്നത് കേൾക്കുമ്പോൾ ഈവൻ എന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ പലപ്പോഴും മിസ്റ്റേക്ക് ആയിരിക്കാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ ഞാൻ എന്താണ് കറക്റ്റ് വേ ഓഫ് പ്രൊനൗൺസിയേഷൻ ഞാനും പഠിക്കുമല്ലേ. ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ള ശരിയല്ല. സോ സെക്കൻഡ് ബാച്ച് ഓൾറെഡി അവര് നെക്സ്റ്റ് വീക്ക് റെഡി ആയിട്ടുണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ. സോ നമ്മളും നേരത്തെ തുടങ്ങേണ്ടിയായിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പതുക്കെ. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ്
We are only communicating English. എന്നെ വാട്സാപ്പിലെ മെസ്സേജ് ചെയ്താലും ഇറ്റ് ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ് കേട്ടോ. എനിവേ സ്റ്റാർട്ട്. ആ പറഞ്ഞ സെന്റൻസ് ആയിരുന്നു ഇത്. Montessori felt that Montessori facilitator must study how to purify the heart. അതുകൊണ്ടാണ് നമ്മൾ യോഗ മെഡിറ്റേഷൻ നമുക്ക് 1 hour സെഷനിൽ നമുക്ക് 10-15 minutes യോഗയ്ക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും വീക്കിലി വൺസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പലപ്പോഴും പറ്റാറില്ല. സോ ഡു പ്രാക്ടീസ് ഇൻ യുവർ ഹോം. അപ്പൊ അത് വേണം എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയതെന്നാണ് എന്റെ ഓർമ്മ. നെക്സ്റ്റ് കോൺടാക്ട്, നെക്സ്റ്റ് ആരാവായിരിക്കാം, ഒബീഡിയൻസ്, അങ്ങനെ കുറെ പോയിന്റ്സ് വന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് സെഷൻ ആരാവായിരിക്കാം? ഞാൻ വായിക്കാം മാം. കുട്ടികളുടെ ആക്ട്സ്, അതിനെ ഒബ്സർവ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ ജോലി സ്റ്റാർട്ട്. Conduct. Note the state of disorder in the acts of the child. His chaotic actions. Not if changes of behavior take place during the development of the experience of work. Note whether during the establishment of ordered actions there are cries of joy, intervals of certainty, demonstration of affections. The part the child takes in the development of these configurations. ഓക്കെ, കോൺടാക്ട്. കുട്ടികളുടെ ആക്ട്സിൽ ഉണ്ടാകുന്ന ഡിസോർഡർ. സംടൈംസ് നമ്മൾ തന്നെ വിചാരിക്കും ഈ കുട്ടി എന്താ ഇങ്ങനെ പെരുമാറും. നമ്മുടെ വീട്ടിലുള്ള ബേബീസ് തന്നെയാണെങ്കിലും ചില സമയത്ത് നല്ല പറയാനായില്ല, ചില സമയത്ത് നല്ല കുട്ടിയാണ്, ചില സമയത്ത് നമുക്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോ ചില പാരന്റ്സ് പറയുന്ന കേട്ടിട്ട്. സോ ഇവരുടെ ആക്ട് ഓഫ് ഡിസോർഡർ അതിൽ ഭയങ്കര ഡിഫറൻസ് വരുവാണ് കുട്ടികളുടെ. നമുക്ക് ഇന്ന് നടത്ത ഒരു ഇതായിരിക്കില്ല നാളെ അവർ കാണിക്കുന്ന ഒരു ബിഹേവിയർ. അത് എന്താണ് കെയോട്ടിക് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത്, പലപ്പോഴും എന്തെങ്കിലും ലാക്ക്, എന്തെങ്കിലും ഡിഫറൻസ്, എന്തെങ്കിലും കുറവ്, ഡിസോർഡർ ആയിട്ട്, ഇപ്പൊ വൈൽഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇങ്ങനെ വാശിച്ചത് നിലത്ത് കിടന്ന് ഉരുളിനെയൊക്കെ കാണാം ചില കുട്ടികൾ. ചില സമയത്ത് നോക്കുമ്പോൾ ഈ കൊച്ചു തന്നെയായിരുന്നു ഇന്നലെ അങ്ങനെ കാണിച്ചു, അങ്ങനെ ഒരു ഫീല് നമുക്ക് ചില കുട്ടികളെ കുറിച്ച് തോന്നില്ലേ. അത് ഈ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ കുട്ടികളിൽ വരുന്ന ചില ചേഞ്ചസ് ആണ്, അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ്. എന്തായാലും ഡെവലപ്മെന്റ് സ്റ്റേജിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അത് വരില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മനുഷ്യൻ പെരുമാറുന്നത് എപ്പോഴാണ്? ഇമോഷണൽ ബാലൻസ് കറക്റ്റ് ആവും. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോൾ നമുക്ക് ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് പോലെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുവിധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ വെക്കുന്ന, പക്ഷെ സപ്രസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് തന്നെ. ശരിക്കും കോവിഡ് വന്നപ്പോ എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു ആ ഒരു സമയത്ത്, കോവിഡിന്റെ സമയത്ത്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്റെ സ്വഭാവം മാറ്റി. അതുപോലെ തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുക. എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നേരായി നമുക്ക് ഭയങ്കര ദേഷ്യം, സങ്കടവും എല്ലാം കൂടെ വരില്ലേ. അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റൻസി കുട്ടികളിൽ കാണണം എന്ന് നമ്മൾക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഒരേപോലെ അത് ചില പാരന്റ്സ് ഉണ്ടല്ലോ, അവര് വര വരയ്ക്കും, അതിലൂടെ കുട്ടികൾ പോണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇതുള്ള പാരന്റ്സ് ഉണ്ട്. പക്ഷെ അത് അല്ല, കുട്ടികളിൽ ഈ ബിഹേവിയർ ചേഞ്ചസിന്റെ ഡിസോർഡർ, ആക്ഷൻസിന്റെ ഡിസോർഡർ ഉണ്ടാകും. അത് അവരുടെ ഡെവലപ്മെന്റിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം തന്നെ. അവിടെ ഒരു ഓർഡർ ആക്ഷൻസ്, അതായത് പെർഫെക്റ്റ് ആക്കി അവര് ഡ്രസ് ചെയ്യുന്നത് നല്ല ഇതിലായിരിക്കണം. അങ്ങനെയൊക്കെ നമുക്കൊരു ഇത് വയ്ക്കാനായിട്ട് പറ്റില്ല. അതൊരു പട്ടാളച്ചിട്ട് ഒന്നും ആ കുഞ്ഞു കുട്ടികളിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ കൊച്ചിന് ദേഷ്യം വരും, ചിലപ്പോ സന്തോഷം കൊണ്ട് ചിലപ്പോ ബഹളം ഉണ്ടാക്കും, അങ്ങനെ എന്തും സംഭവിക്കാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന അഫെക്ഷന്റെ ആ ഒരു ലെവൽ അനുസരിച്ച് ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവും. ചില സമയത്ത് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല നമ്മൾ അഫെക്ഷൻ ഉണ്ടാവുന്നത്. ചില സമയത്ത് അവർ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. ദേ ആർ എക്സ്പെക്ടിങ് ഫ്രം us. അവരുടെ സ്നേഹത്തോടെ അവരെ ഹഗ് ചെയ്യണം, അവരെ കിസ് ചെയ്യണം എന്നൊക്കെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പൊ ഇത് കുഞ്ഞിനെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യാതെ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മോശമായൊരു അബദ്ധം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. നമ്മുടെ സെഷൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടുതൽ ഇപ്പൊ 9th സ്റ്റാൻഡേർഡ് കുട്ടികളാണ്. കഴിഞ്ഞ പ്രാവശ്യം 8th സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോൾ ഏകദേശം ഒരു 50+ കുട്ടികളുണ്ട്. എത്ര ബുദ്ധിമുട്ടാണ് നമ്മൾ അത്രയും വലിയൊരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാനായിട്ട്. എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വോളണ്ടിയർ ഉണ്ട്. പിന്നെ നമുക്കൊരു എക്സ്റ്റേണൽ ഫാക്കൽറ്റി വന്ന് അവർക്ക് ക്ലാസ് എടുക്കും. ഇവരുടെ കോംപ്രിഹെൻഷൻ ലാംഗ്വേജ് ഇല്ല. ഇംഗ്ലീഷ് സംസാരിക്കാനോ വായിക്കാനോ എഴുതാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾ. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അപ്പോ പല ഫേസസ്, ചില ഫേസസ് ഒക്കെ ഭയങ്കര സിമിലർ ആയിട്ട് നമുക്ക് തോന്നും ക്ലാസ്സിൽ. വൺസ് ഇൻ എ വീക്ക് ആണല്ലോ കാണുന്നത്. ഇവർക്ക് ക്ലാസ് ബോറടിച്ച് വന്ന ടീച്ചർക്ക് ഇവരുടെ ഒരു പൾസ് അറിയില്ലായിരുന്നു. വന്ന ആ കുട്ടിയുടെ മാഡത്തിന് ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തു ഇവരുടെ രീതി. കാരണം നമുക്ക് ഇവരെ അടക്കിയിരുത്തി ക്ലാസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അവരെ നമ്മൾ ആക്ടിവിറ്റീസ് ഗെയിംസിലൂടെ അവരെ നമ്മളങ്ങ് ടയേർഡ് ആവും എന്നാൽ മാത്രമാണ് അവരനുസരിച്ച് ഇരിക്കുള്ളൂ. അപ്പൊ ആ രീതിയിലായിരുന്നു സെഷൻസ് ഒക്കെ പോയിരുന്നത്. പക്ഷെ വന്ന മാഡം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ശരിക്കും ക്ലാസ് എടുക്കുന്ന പോലെ ട്യൂഷൻ കൊടുക്കുന്നത്, ഒരു എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കുന്ന പോലെ എടുത്തു. കുട്ടികൾ ഭയങ്കര ഡിസ്റ്റർബ് ആയി. കുറച്ചു പേർക്ക് ടോയ്ലറ്റിൽ പോകണം, കുറച്ചു പേർക്ക് വെള്ളം കുടിക്കാൻ പോകണം. അതിനു വേണ്ടി തന്നെ വെള്ളം വെച്ച് കുടിക്കുക. ഒരു കുട്ടി ആദ്യം ഞാൻ എല്ലാരും കൂടെ ഒരുമിച്ച് വിടില്ല. കാരണം പെൺകുട്ടികള് 3-4 പേര് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോൾ അടുത്ത ഗ്രൂപ്പിൽ വിടും. അപ്പൊ അങ്ങനെ 2 ബോയ്സ് പോണെന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പയ്യൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭയങ്കര ഡിസ്റ്റർബൻസ് എടുക്കുക ഇവർക്ക്. അപ്പൊ അതിന്റെ നല്ല ബുദ്ധിമുട്ടിട്ടുണ്ട്. അപ്പൊ ഈ പിന്നെ ചോദിച്ചു കുട്ടി, എന്റെ വിചാരം നേരത്തെ ഞാൻ വിട്ട 2 പേരിൽ ഒരാളാണെന്ന് പറഞ്ഞ് ഞാൻ വിട്ടില്ല. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകാനുള്ളതായിരിക്കും വിചാരിച്ചാൽ വിട്ടില്ല. കാരണം നേരത്തെ പോയ കുട്ടി, ഈ കുട്ടി 2 പേരായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. 2 പേരും കാണാൻ ഒരുപോലെ, ഹൈറ്റ് രൂപം ഒക്കെ ഒരുപോലെ. ഞാൻ വിട്ടില്ല. അവൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, പെൺകുട്ടികളെ വിട്ടല്ലോ എന്നെ എന്താ വിടാത്ത? അപ്പൊ എന്റെ വിചാരം ഒരു 5 minutes മുമ്പ് പോയ ആള് തന്നെയാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ അങ്ങനെ പോകണ്ടാന്ന് പറഞ്ഞത്. പെൺകുട്ടികളെ വിട്ടിട്ടുണ്ടാകും. ഞങ്ങൾ പെൺകുട്ടികളെ ചില സമയത്ത് അവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള വരും. അവൻ ഭയങ്കര ദേഷ്യം വന്നിരിക്കുക കേട്ടോ. ഞാൻ വിട്ടില്ലല്ലോ. കുറച്ച് കഴിയുമ്പോഴേ എനിക്ക് കളക്കുന്നത് 2-2 ഉള്ളത്. 2 പോയിട്ട് അവന്റെ അടുത്ത് സോറി പറഞ്ഞു. അതുപോലെ തന്നെ അപ്പൊ അവൻ തന്നെ പറഞ്ഞ ശരിയാ, എന്നെ പോലെ ഇനി അൻസു പറഞ്ഞ വേറൊരു കയ്യിലായിരുന്നു അനുസരിക്കുന്നത്. പക്ഷെ അവൻ ആ ദേഷ്യം മാറിയിട്ടില്ലായിരുന്നു. അവിടെ ആ ഗ്രഡ്ജ് മാറിയിട്ടില്ല. നമുക്ക് സോറി ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ടൊക്കെ പോയി. പിന്നെ അവൻ എന്റെ മുഖത്തേക്ക് നോക്കുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പൊ നമുക്ക് എപ്പോഴും വലിയ ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ എന്റെ ഒബ്സർവേഷന്റെ പ്രശ്നമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. 2-2 എനിക്ക് മനസ്സിലായില്ല. ഒരാളാന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. അത് ഞാൻ അവനെ വിട്ടേനെ ടോയ്ലറ്റില്. പക്ഷെ എനിക്ക് അത് മനസ്സിലായില്ല. അതിന്റെ ഭാഗം വലിയ മിസ്റ്റേക്ക്. ഞാൻ അവന്റെ അടുത്ത് സോറി ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നെക്സ്റ്റ് പുതിയ ബാച്ചിൽ ഞാൻ പറഞ്ഞു, മാക്സിമം 30 സ്റ്റുഡൻസ്, അതിൽ കൂടുതൽ കുട്ടികളെ എടുക്കരുത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ 2 ബാച്ചായിട്ട് ഞാൻ സെഷൻ ചെയ്യുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ പല കേസസ് വരാം. അപ്പൊ ഇത് അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസില് പല രീതിയിലുള്ള ഡിസോർഡർ സംഭവിക്കും. ഒരിക്കലും നമ്മൾക്ക് കുട്ടികളെ പെർഫെക്റ്റ് ആയിട്ട് ഓർഡറിൽ നടത്താനായിട്ട് വളർത്താനായിട്ട് പറ്റില്ല. ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുതായിരുന്നപ്പം ഇവര് കുട്ടിയെ മണ്ണിലിറക്കില്ലേ സോക്സ് ഒക്കെ ഇട്ടാ വിടുന്നത്. ഹസ്ബൻഡിന് ആ കുട്ടി പ്രായത്തിൽ ഭയങ്കര ദേഷ്യം. കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാനൊക്കെ ഒരു ഇഷ്ടമാണല്ലോ. ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ കാലൊന്നും ശരിക്കും മണ്ണിലൊക്കെ ചവിട്ടി കുട്ടികൾ അങ്ങനെ കളിക്കുമ്പോഴാണല്ലോ കാലിനൊക്കെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ആളുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ലൈക്ക് കുട്ടികൾ നമ്മളൊരു ഓർഡറില് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇത് ഡ്രസ് ചെയ്താൻ പാടുള്ളൂ. കാരണം അവരുടെ ഏജ് വരുമ്പോഴേക്കും അവരുടെ ചോയ്സസ് തുടങ്ങും. അവർക്ക് ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്യാൻ തുടങ്ങും. ഇഷ്ടമുള്ള രീതിയിൽ അവർ ഡ്രസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഡ്രസ് ചെയ്യുന്നതും അൺഡ്രസ് ചെയ്യുന്നതൊക്കെ അവർ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. എപ്പോഴും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഒബീഡിയൻസ്. അത് വായിക്കാം. ആരാണ് വായിക്കാനുള്ളത്? ഞാൻ വായിക്കാം മാം. യെസ് പ്ലീസ്. Obedience. Not if the child responds to the summons when he is called. Not if and when the child commences to take part of others with an intelligent support effort. Not when acquiescence to summons become regular. Not when obedience to orders becomes established.
Note when the child obeys ardently and joyously. Note the relation of the various phenomena of obedience in their degrees, to the increase of work, to the change of conduct. ഒബീഡിയൻസ് എല്ലാ പാരന്റ്സും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെയും ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ. കിഡ്സ് ഷുഡ് ബി ഒബീഡിയന്റ്. അവരെ അനുസരിക്കണം അല്ലെ, എന്ത് പറഞ്ഞാലും അനുസരിച്ചോളണം, അങ്ങനെ എന്ത് പറഞ്ഞാലും അനുസരിക്കണം. Whether they should like that. ഒബീഡിയന്റ് ആയി തന്നെ കുട്ടികളിരിക്കണം. മുതിർന്നവര് Not പറയുന്നത് compulsory, ma'am. യെസ്, കമ്പൽസറി. എൽഡേഴ്സ് പറയുന്നതെല്ലാം അനുസരിക്കണം. ശരിയായ രീതിയിൽ എൽഡേഴ്സ് പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. ശരി പറഞ്ഞാൽ അല്ലെ. പലപ്പോഴും കുട്ടികൾ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ സപ്പോർട്ട് ചിലപ്പോൾ സപ്പോർട്ട് ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഇവർക്ക് ചില ആളുകളോടൊരു താല്പര്യം, കാരണം ചിലപ്പോൾ ചില ചേട്ടന്മാര് അല്ലെങ്കിൽ അവരുടെ ചേച്ചിമാര് കസിൻസോ ശരിക്കുമുള്ള സിബ്ലിങ്സ് ആണെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും, എനിക്ക് ചേച്ചി ഉണ്ടല്ലോ, എനിക്കത് ചെയ്തു തരാൻ, ചേച്ചി ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ Ma'am, voice break ആവുന്നുണ്ട് ഇടയ്ക്ക്. ആണോ? അതെ, ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നുണ്ട്. രണ്ട് സിസ്റ്റത്തെയാണ് ഞാൻ എടുക്കണം പറഞ്ഞത്. ഒന്നില് നിങ്ങളുടെ പ്രസന്റേഷൻ, ഒന്നില് ഓഡിയോ വീഡിയോ. നല്ല പോലെ ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്കാവുന്നുണ്ട്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ ആവോ? ഇടയ്ക്ക് സൗണ്ട് കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നെറ്റിന്റെ ഫ്ലക്ച്വേഷൻ ആയിരിക്കാം. വോയിസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, ശബ്ദം കുറവുള്ള പോലെയുണ്ട്. അതെയോ? ഓഡിയോ മാക്സിമം അല്ലെങ്കിൽ നോക്കട്ടേക്കാം. മാം, ഇത് മൊബൈലിലും ലാപ്ടോപ്പിലും ഉണ്ടോ, സിസ്റ്റത്തിലും ഉണ്ടോ? ലാപ്ടോപ്പില് പ്രസന്റേഷനും ഐപാഡില് ഓഡിയോ വീഡിയോ ആണ്. ഐപാഡിലായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ക്ലാസ് കൊണ്ടിരുന്നത്. ലാപ്ടോപ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. രണ്ടിലും ഓഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല, മറ്റേതിൽ ഓഡിയോ ഓഫ് ആണ്. ഓക്കെ, ഇപ്പൊ കുറച്ച് ക്ലാരിറ്റി ഉണ്ട്. അതെ, വോയിസ്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, വീട് ഷിഫ്റ്റ് ചെയ്തു, അപ്പം നെറ്റ് കണക്ഷൻ എടുത്തു. മോഡത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കണേ, പക്ഷെ എന്നാണ് ചിലപ്പോ അതിന്റെ റിസപ്ഷൻ കപ്പാസിറ്റി കുഴപ്പമുണ്ട്. വേറെ മോഡം വാങ്ങിച്ചിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്യണം. അവര് വന്നെന്തോ കോൺഫിഗർ ചെയ്യുമെന്ന് വേണം, അതിന്റെ ഒരു ഡിലേ വരും. ഇന്ന് വരാന്ന് പറഞ്ഞതായിരുന്നു. അത് ലാപ്ടോപ്പിന്റെ ഇഷ്യൂ തുടങ്ങിയിട്ട് കുറെ നാളായി. ഞാൻ ഹസ്ബൻഡിന്റെ ലാപ്ടോപ്പിൽ നിന്നായിരുന്നു ക്ലാസ് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ആള് ഓഫീസിൽ നിന്ന് എത്തില്ല 8 മണിക്ക് മുമ്പേ. അതാ ഞാൻ ഇങ്ങനെ ഒരു രീതി. അതെനിക്ക് ഐപാഡിന് സ്ക്രീൻ ഷെയറിങ് എപ്പോഴും നടക്കണില്ല. അതിന് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഓഡിയോ വീഡിയോ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. അതാണ് ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്നെ ഓഫീസിൽ നിന്ന് തന്നെ റിജോയും ഇപ്പൊ നിതീഷുമാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, ടെക്നിക്കൽ സപ്പോർട്ട്. So I am very thankful and grateful them. Okay, so obedience-ന്റെ കാര്യം അതാണ്. ലൈക്ക് നമുക്ക് അവര് എപ്പോഴും ഒബീഡിയന്റ് ആവണം അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. ജസ്റ്റ് ലുക്ക് ബാക്ക്, നമ്മൾ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ആരെങ്കിലും പറയുന്ന മുഴുവൻ നമ്മൾ അനുസരിക്കാറ്. ഇവൻ പാരന്റ്സ് പറഞ്ഞാലും ലൈഫ് പാർട്ട്ണർ പറഞ്ഞാലും ശരിയാണെന്നുള്ളത് മാത്രമേ നമ്മൾ അനുസരിക്കാറുള്ളൂ. സോ വൈ ഷുഡ് ബി ടെൽ ദം ടു ഒബേ us? കുട്ടികളോട് പറയണം. കുട്ടികൾ ആരെങ്കിലും അടുത്തിരുന്ന് കേൾക്കുന്നുണ്ടോ? പിന്നെ അവർക്കത് ഒരു പോസിറ്റീവായിട്ട് എടുക്കും. ചിലപ്പോ നല്ല പരിചയമുള്ളവരോട് അവർ കൂടുതൽ അവർ റെസ്പോണ്ട് ചെയ്യും. someone who is very activated. നല്ല ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്ക് ആ ചേച്ചി ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും, കസിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ആരെങ്കിലുമായിട്ട് നല്ല പോലെ ക്ലോസ് ആണെങ്കിൽ അവരങ്ങനെ പറയാറുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യും, ആ രീതിയിൽ പറയും.
നെക്സ്റ്റ് ചില സമയത്ത് വളരെ പാഷനേറ്റ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു പാഷനേറ്റ് ആയിട്ട് വളരെ സ്നേഹത്തോടെയൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാ വേണ്ടാന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് നമുക്കും വരാറുണ്ട്. ചില ആളുകൾ നമ്മളോട് വളരെ പാഷനേറ്റീവ് ആയിട്ട് പറയുമ്പോൾ, അതുപോലെ കുട്ടികളുടെ അടുത്ത് ആ ഒരു പൊതുവെ നമ്മൾ പറയാറില്ല ഒരു നയത്തിൽ നിൽക്കണം എന്ന് പറയില്ലേ ചില ആളുകളുടെ അടുത്ത്, അതുപോലെ പാഷനേറ്റീവ് ആയിട്ട് പറയുമ്പോൾ അവരത് ഭയങ്കരമായിട്ട് ഒബേ ചെയ്യും, പിന്നെ ഭയങ്കര സന്തോഷവും. അതേസമയം ഷൗട്ട് ചെയ്ത് അവർ വഴക്ക് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും തോന്നില്ല ഒബേ ചെയ്യും. പേടിപ്പിച്ച ഒരു കാര്യം നമ്മളിപ്പോ ഒരു സെന്റൻസ് പറയുമ്പോ അതിന്റെ കൂടെ ഒരു പ്ലീസ് അല്ലെങ്കിൽ ഡിയർ എന്ന് പറയുമ്പോ ആ സെന്റൻസിന്റെ അവതരണം വേറെ ആയിരിക്കുമല്ലോ. സോ അത് ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്നു അങ്ങനെ ഒരു സെക്രട്ടറി. പുള്ളിക്കാരി അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഹലോ ഡിയ അല്ലെങ്കിൽ പ്ലീസ്, കുഡ് യു പ്ലീസ്, എല്ലാത്തിനും ഒരു മാനേഴ്സ് ആഡ് ചെയ്യും. താങ്ക് യു ഡിയ, 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 എല്ലാത്തിനും ഒരു മാജിക് വേർഡ്സ്. അപ്പൊ നമുക്കത് എന്തായാലും അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നോ പറയാൻ പറ്റില്ല. അതെന്നെ പറയണ ചൈൽഡ് ഒബേസ് ardently ആൻഡ് joyously. ഭയങ്കര പാഷനേറ്റ് ആയിട്ടും സന്തോഷത്തോടും അങ്ങനത്തെ ഒരു കേസ് വരും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഒബേ ചെയ്ത് വരുമ്പോൾ അവരുടെ ക്യാരക്ടറിലും ബിഹേവിയറിലും അവരുടെ ഡെവലപ്മെന്റിലും ഒക്കെ ആ ഒരു ഡിഫറൻസ് വരും. നെക്സ്റ്റ് വൺ, ദ റൂൾസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ് തെറപ്പിസ്റ്റ്. ബാക്കി അതിന് പോയിന്റ്സ് ആയിട്ട് നെക്സ്റ്റ് പേജിൽ അപ്പൊ ഞാൻ ആ സെന്റൻസ് ഒന്ന് വായിച്ചേക്കാം. ഇൻ അഡീഷൻ ടു ഹെർ റോൾ ആസ് ആൻ ഒബ്സർവർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷീ ഹാസ് ടു ബി എ ഗുഡ് ഒബ്സർവർ, ഗുഡല്ല ബെസ്റ്റ് ഒബ്സർവർ എന്ന് തന്നെ പറയണം. എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഓർ തെറപ്പിസ്റ്റ് ഹാസ് മെനി അതർ റോൾസ്, വേറെ പല റോൾസ് ഉണ്ട്, ഒബ്സർവർ മാത്രമല്ല, ഷീ ഹാസ് മെനി അതർ റോൾസ്. എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ്. ഫസ്റ്റ് ആളുടെ റൂളിലെ ഫസ്റ്റ് റൂളാണ് പറയുന്നത്. എനിവൺ ക്യാൻ റീഡ്. ഞാൻ വായിക്കണ്ടേ? Prepare and communication of the environment. The teacher serves as the preparer and communicator of the environment for the child. She is responsible for the ambience and order of the classroom. The display and conditions of materials and the programming of the activity challenges and changes of place to meet the child's individual necessity. Okay, fine. Thank you so much. The facilitator, the preparer ആയിരിക്കണം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. അതായത് ലൈക്ക് നമ്മളെല്ലാവരും ഓൺലൈൻ ക്ലാസ് റൂമിലാണ്, നമ്മളുടെ ക്ലാസ് റൂമാണ്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു ഞാൻ സംസാരിച്ചപ്പം ബ്രേക്ക് ഉണ്ടത്. സോ ഞാൻ അത് പ്രിപ്പയർ ചെയ്യണം നല്ല രീതിയിൽ. എന്റെ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഞാൻ ഷെയർ ചെയ്യുവാണെങ്കിൽ എല്ലാം നിങ്ങളിലേക്ക് എത്തണം. സോ ഐ ഷുഡ് പ്രിപ്പയർ ഓൾ ദ കറക്റ്റ് എൻവയോൺമെന്റ് ടു ഓൾ ദ സ്റ്റുഡൻസ്. ആ ഒരു രീതിയിലായിരിക്കണം ക്ലാസ് പോകേണ്ടത്. പക്ഷെ സംഭവ എനിക്ക് ചില പ്രശ്നങ്ങൾ വന്നത് കാരണം നടക്കുന്നില്ല. സോ ഇവിടെ മോണ്ടിസോറി ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ പ്രിപ്പയർ ആയിരിക്കണം. അതായത് നമ്മൾ ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും. ആ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക, കുട്ടികളിലേക്ക് ആ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്നല്ല, അത് കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും. അത് അവരുടെ ഒരു എൻവയോൺമെന്റ് ആണ്, അവരവിടെ എക്സ്പ്ലോർ ചെയ്യണം. അവർക്ക് ചെയ്യാനുള്ള കുറെ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ആ രീതിയിലായിരിക്കണം ഡയറക്ടേഴ്സ് അതെല്ലാം സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടി യൂണീക്കാണ്, ഓരോരുത്തർക്കും ഡിഫറൻസസ് ഉണ്ട്. ഇത് മനസ്സിലാക്കുന്നു. ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ, അത് മനസ്സിലാക്കിയതിനു ശേഷം
ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അവർക്ക് വേണ്ടിയിട്ട് അപ്പൊ ആ എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരുവാണെങ്കിൽ അതും ഈ ഫെസിലിറ്റേറ്റർ ചെയ്യണം. 10 പേർ നമ്മളിപ്പോ കുട്ടികൾ വരുന്നതിന് പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഈ വരുന്ന കുട്ടികളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ടോപ്പ് ചാറ്റ് നിങ്ങളൊന്ന് വായിക്കണേന്ന് പറഞ്ഞു. അതിനകത്തൊരു മോണ്ടിസോറി സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്. ആ മോണ്ടിസോറി സ്കൂളിനെ കുറിച്ച് എല്ലാവരും അതായത് കാലിനൊരു മുടന്തുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ടോപ്പ് ചാറ്റിന്റെ ഒപ്പം ആ ക്ലാസ്സിൽ. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയാവുമ്പോൾ അവന് വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ ചില ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. അത് ഹോൾ ക്ലാസ്സിന് വേണ്ടിയുള്ള ചേഞ്ചസ് ആയിട്ട് കാണിക്കണം. അല്ലാതെ ഒരു കുട്ടിക്ക് മാത്രമായിട്ടെന്ന് പറയുമ്പോൾ അവനെ എല്ലാരും ആ ഒരു രീതിയിൽ ഒരു എന്താ പറയുക വേർതിരിച്ച് കാണുന്ന പോലെ വരും. അപ്പൊ അതുകൊണ്ട് ഹോൾ എൻവയോൺമെന്റ് കുട്ടിക്ക് വേണ്ടി മാത്രം എല്ലാ കുട്ടികൾക്കും അത് എക്സ്പ്ലോർ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം അതിനെ മാറ്റേണ്ടത്. അതായത് ഒരു കുട്ടിക്ക് സെപ്പറേറ്റ് ആ ഒരു രീതിയിലാക്കാതെ എല്ലാവരും ഒരുപോലെ എത്തുന്ന രീതിയിൽ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യണം. അതിന് പറ്റുന്ന ഒരു ആംബിയൻസ് എന്താ atmosphere, അറ്റ്മോസ്ഫിയർ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റ് ആണല്ലേ. പറയില്ലേ നല്ല ആംബിയൻസ് ആണ്. ചില റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ റിസോർട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് നല്ല ആംബിയൻസ് ആണ് അവിടെ എന്ന് പറയുന്നത്. പെർട്ടിക്കുലർ എൻവയോൺമെന്റ് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു എൻവയോൺമെന്റ് അതിനാണ് ആംബിയൻസ് പ്രത്യേകം പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഈ ഡയറക്ടറസിനാണ്. ഇങ്ങനെ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യാനും അത് കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും ഈ ഡയറക്ടറസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികളുടെ ഇൻഡിവിജ്വൽ നെസസിറ്റി വരുന്ന കുട്ടികളുടെ എല്ലാം ഇൻഡിവിജ്വൽ നെസസിറ്റി മീറ്റ് ചെയ്യുന്ന രീതിയിൽ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് വൺ എക്സാമ്പിൾ. അത് സെക്കൻഡ് വൺ ആരെങ്കിലും വായിച്ചോളൂ. Yes, please. ഞാൻ വായിക്കാം മാം. Exemplar. The Montessori facilitator serves as the exemplar in the environment, thus encouraging the child's own development. She must strive for flexibility, warmth, and love for life. She must be physically alluring for children's attention and respect. The facilitator also must be attractive, tidy and clean, calm and dignified, for here appearance is the first step to gaining the child's confidence and respect, so care for one's own person must form part of the environment in which the child lives. The teacher herself is the most vital part of his world. താഴത്തെ വായിക്കണോ മാം? The training. She should be the exemplar in the environment. Good example. She should be the good example. So, കുട്ടികളെ എൻകറേജ് ചെയ്യണം. അല്ലാണ്ട് ടീച്ചർ ഇങ്ങനെ ഒട്ടും എനർജറ്റിക് അല്ലാതെ ഭയങ്കര ഇങ്ങനെ ഒഴിഞ്ഞു തൂങ്ങി അങ്ങനെ എപ്പോഴും ടയേർഡായിട്ട് ഉറക്കം തൂങ്ങിയ പോലെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു എനർജി കിട്ടും. ടീച്ചറിന് എന്താണോ ഉള്ളത് അവരിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. കുട്ടികൾ അതുപോലെ തന്നെ ഒരു ലേസി ഫീലിംഗ് കാണിക്കാത്തത് ഭയങ്കര സ്ലീപ്പി ആയിട്ടൊക്കെ ചെന്നിരിക്കാനാണ്. ഓക്കെ, അപ്പൊ വളരെ പ്ലസന്റ് ആയിരിക്കണം. ഈവൻ ഡ്രസ്സിങ് വരെ വളരെ ടൈലി ആയിരിക്കണം. വളരെ പ്ലസന്റ് ചിരിച്ച് അങ്ങനെ കുട്ടികളുമായിട്ട് വളരെയധികം ഇന്ററാക്റ്റീവ് ആയിട്ട് ചെല്ലും. ഞാൻ പോകുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഇഷ്യൂ എന്ന് പറഞ്ഞത് അപ്പൊ അവരുടെ ഇംഗ്ലീഷ് ക്ലാസ്സില് സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അവർ എണീറ്റ് പറ്റി വായിപ്പിക്കുന്ന കാരണം പല കുട്ടികളും പലപ്പോഴും ആക്സിഡന്റ് ആവും. അവരുടെ ടേൺ വന്നാലും പേടിച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു NGO നടത്തുന്ന ഒരു മാമിനെ കോൺടാക്ട് ചെയ്തു. മാമിനെ വർക്ക് ചെയ്തു. അപ്പൊ മാം ഒരു ഡിമാൻഡ് ചെയ്തത് ഫസ്റ്റ് ഒരു 10 minutes കുട്ടികളുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ മാമിനെ കൊടുത്തു. മാമിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഡിഫറെന്റ് ആയിരുന്നു. ലൈക്ക് അവരുടെ കയ്യിൽ ഒരു കളർഫുൾ ക്ലോത്ത് വെച്ചിട്ട് പന്തിട്ടായി. ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോൾ എടുത്തിട്ട് കുട്ടികളുടെ ഗ്രൂപ്പിലേക്ക് തന്നെ എറിയും. ആരാണോ അത് റിഫ്ലക്സ് ആക്ഷൻ പോലെ തന്നെ നേരെ വരുന്നത് ആരായിരുന്നു ക്യാച്ച് ചെയ്യുമോ? ക്യാച്ച് ചെയ്ത് മാം അവരെ കൊണ്ടങ്ങ് സംസാരിപ്പിക്കുക ഇംഗ്ലീഷിൽ തന്നെ. മാമിന് മലയാളം അറിയാമെങ്കിലും മാം എനിക്ക് മലയാളം അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരി ഇംഗ്ലീഷിൽ സംസാരിക്കുകയുള്ളൂ. കുട്ടികൾ ഫോഴ്സ്ഫുള്ളി ഇംഗ്ലീഷിൽ റെസ്പോണ്ട് ചെയ്യേണ്ടതായിരുന്നു.
അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ ആളുടെ ബോഡി ലാംഗ്വേജ് എന്റെ കുട്ടികൾക്ക് ഇഷ്ടമായി. കാരണം അവരുടെ ഉള്ളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുമായിരുന്നു. അപ്പം അവർക്ക് ഈവൻ ദോ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും അവർക്ക് മാമിന്റെ സെഷൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഇത് അന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അത് ശരിക്കും അവർ അത്രയും പെട്ടെന്ന് ഒരു 10 minutes കൊണ്ട് കുട്ടികളെ എല്ലാം നല്ലതുപോലെ അവർ കയ്യിലേക്ക് എടുക്കുമായിരുന്നു. ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഒരു ഡയറക്ട് ക്ലാസ് ഫെസിലിറ്റേറ്റ് പോകും. അട്രാക്റ്റീവ് ഉദ്ദേശിക്കുന്ന ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ അങ്ങനെ കുക്കിംഗ് ആ രീതിയിലല്ല, വളരെ നീറ്റ് ആയിട്ട് ഹൈജീൻ ആയിട്ട് ഡ്രസ്സിങ്ങിലും എല്ലാത്തിലും വളരെ പ്ലസന്റും വളരെ ക്ലീൻ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഐസും ഫേസും ഒക്കെ ആകുമ്പോൾ തന്നെ ആളുകൾക്കെല്ലാം കുട്ടികൾക്ക് പ്രത്യേകിച്ചും പിന്നെ കാം ആയിരിക്കണം, ഒരു ഡിഗ്നിഫൈഡ് ആയിരിക്കണം, അപ്പിയറൻസ് എല്ലാം ആ ഒരു രീതിയിലായിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഗെയിമിങ്. നമ്മൾ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പുതിയതായ ഒരു ടീച്ചർ വരുമ്പോൾ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ സൗന്ദര്യമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു പ്ലസന്റ് നേച്ചർ ഉണ്ടല്ലോ. കുട്ടികളുടെ കോൺഫിഡൻസും റെസ്പെക്റ്റും അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. എൻവയോൺമെന്റിനെ കെയർ ചെയ്യാം, നമുക്ക് നേച്ചറിനെ കെയർ ചെയ്യുന്നത് എന്ന് പറയില്ലേ, ഫസ്റ്റ് പാർട്ട് ഷുഡ് സ്റ്റാർട്ട് ഫ്രം അസ്. നമ്മൾ തന്നെ കെയർ ചെയ്യണം. പാർട്ട് മാത്രമാണ് നമുക്ക് എൻവയോൺമെന്റിനെ കെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താ? കുട്ടി, ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, അങ്ങനെ എല്ലാവരും ജീവിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അതൊരു ചെറിയ ക്ലാസ് റൂം ആണെങ്കിലും അത് നമ്മുടെ വേൾഡിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് കുട്ടി, ആ ടീച്ചർ. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹാർട്ട് പ്യൂരിഫൈ ചെയ്യണം, അതിന് യോഗ, മെഡിറ്റേഷൻ, അതിന് സ്പിരിച്വൽ നീഡ്സ്. എപ്പോഴും നമുക്ക് പല നീഡ്സ് ഉണ്ടല്ലേ, ലൈക്ക് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, ഷെൽട്ടർ, ഫുഡ്, വാട്ടർ, ക്ലോത്ത്സ് ഒക്കെ നമുക്ക് വേണ്ടുന്ന ചില നീഡ്സ് ആണ്. കൂടാതെ നമ്മുടെ മനസ്സിന് ചില നീഡ്സ് ആവശ്യമാണ്. സ്പിരിറ്റിന് ആത്മാവ്, നമ്മുടെ മൈൻഡ്, നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ മനസ്സിന് ചില നീഡ്സ് ആവശ്യമാണ്, സ്പിരിച്വൽ നീഡ്സ്. സോ ആ ട്രെയിനിങ് ഓഫ് ദി സ്പിരിറ്റ്, മൈൻഡ് പ്യൂരിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 3 elements വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എലമെന്റ് എനിവൺ ക്യാൻ റീഡ്. ഓക്കെ, Interest in humanity. The facilitator must have an intimate relationship with the children in the classroom. Once the facilitator has made this act of humility, she will no longer look upon herself as someone whose duty is to mold the developing personalities. Further, she must regard herself as one that serves. She must observe the limits of her obstruction by leaving the child free to choose his work. യെസ്, ഫെസിലിറ്റേറ്റർ കുട്ടികളുമായിട്ട് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. കാര്യം നമ്മൾ അങ്ങനെ പലപ്പോഴും പറയും, എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് പറയും. പക്ഷെ അതല്ല ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ അതിന് ഭയങ്കര പ്യൂരിറ്റി ഉണ്ടായിരുന്നു അല്ലെ. അത് വെച്ച് പല മൂവീസ് ഉണ്ടായിട്ടുണ്ട്, പല കഥകൾ എഴുതിയിട്ടുണ്ട് പലരും. ആ ഒരു റിലേഷൻഷിപ്പ് പണ്ട് കാലം എപ്പിക്സ് എടുത്ത് നോക്കിയാൽ തന്നെയും അവിടെ തന്നെ ഇപ്പോ ഏതൊരു റിലീജിയസ് ബിലീഫിലെ എടുത്ത് നോക്കിയാലും അവിടെ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ കഥ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഏതൊരു റിലീജിയസ് ബിലീഫിലാണ്. പണ്ട് തുടങ്ങി അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ലൈക്ക് അതുപോലെ തന്നെ ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും കുട്ടികളുമായിട്ടൊരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വേണമെന്നാണ് പറയുന്നത്. ക്ലാസ് റൂം എപ്പോഴും ഒരു ഹ്യൂമിലിറ്റി, കുട്ടികളോടൊരു ആ ഒരു എന്താ പറയാ റെസ്പെക്ട്, സ്നേഹം. കാരണം ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്, ഈവൻ ദോ പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ജീവനുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ എല്ലാത്തിനോടും ഒരു കെയർ, കൺസേൺ കൊടുക്കുന്ന രീതിയിൽ തന്നെ കുട്ടികളെ നമ്മൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ കണ്ടിട്ട് ചില കുട്ടികള് കാലുകൊണ്ട് ചവിട്ടി അരച്ചു കൂട്ടുന്നത്. അപ്പൊ ആ ഒരു തോട്ടൊക്കെ അവരുടെ ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ ഓൾ ലിവിങ് തിങ്സ്
ആർ ഈക്വൽ ഇൻ ദ വേൾഡ്. ആ ഒരു രീതിയിൽ യൂണിവേഴ്സിന്റെ ഐക്യ മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടില്ലേ, ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട്. Like, അതുപോലെ നമുക്കറിയാം നമ്മൾ ഉപദ്രവകരമായതിനെ നമ്മൾക്ക് അത് ചെയ്യാറുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ മനഃപൂർവ്വം ഒരു ജീവിയെ അതിനെ ചവിട്ടി ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഇപ്പൊ വേറൊരു രീതിയൊക്കെ. ആ ഒരു ഹ്യൂമിഡിറ്റി, ആ ഒരു ഇതൊന്നും മനസ്സിലേക്ക് വരാൻ കുട്ടികളിൽ വരുത്തണം. അതിന് പറ്റിയ ഒരാള് നമ്മുടെ ഈ ഫെസിലിറ്റേറ്റർ തന്നെയാണ്. ഹംബിൾനെസ്, എപ്പോഴും ഒരു ഹംബിൾനെസ് വേണം. ലൈക്ക് പണ്ടവർ ഹംബിൾനെസ് ആണെങ്കിലും പറയുവാണെങ്കിലും പാവം എന്നുള്ള ഇമേജ് അല്ല കേട്ടോ വേണ്ടത്. അതാണോ വേണ്ടേ? പാവം പോലെ ഇരിക്കുക, പാവം എന്നുള്ളൊരു ഇമേജ്. Kind to others, grounded. എംപത്തി, കമ്പാഷനേറ്റ്, ഹംബിൾ, എവരിവൺസ് ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് അഹങ്കാരവും അഹംഭാവവും അതൊക്കെ നമ്മളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അതിന്റെ ഒരു ലെവൽസ് ഉണ്ടാകരുത്. നമുക്ക് ചില കാര്യങ്ങൾ ഐ ആം ഗുഡ് ഇൻ സംതിങ്, അത് നമ്മുടെ ഒരു പ്രൈഡാണ്. അങ്ങനെ പ്രൈഡ് ആവുന്നതൊന്നും കുഴപ്പമില്ല, ഗുഡ് ഇൻ സംതിങ്. പക്ഷെ വേറൊരാൾ ഗുഡ് ഇൻ സംതിങ് കാണുമ്പോൾ നമുക്കൊരു അസൂയ, കുശുമ്പ്, അത് അരുത് എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ കുട്ടികള് നല്ല രീതിയിൽ ആ ഒരു ട്രെയിനിങ് അവർക്ക് കിട്ടുന്നത് ത്രൂ ദിസ് ഫെസിലിറ്റേറ്റർ. ഇതുപോലെ കുറെ കുട്ടികളുടെ പേഴ്സണാലിറ്റീസ് മോൾഡ് ചെയ്യുക, ആ ഡ്യൂട്ടിയാണ് ശരിക്കും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്കുള്ളത്. ആ ഫെസിലിറ്റേറ്റർ തന്നെ മനസ്സിൽ വേണം, ഐ ആം ദ വൺ ഹു ഈസ് സെർവിങ് ഫോർ അതേഴ്സ്. അല്ലാതെ ഞാനാണ് ടോപ്പിൽ നിൽക്കുന്നത്. ഐ ആം ദ വൺ ഹു ഹാസ് മെനി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹു ഈസ് സെർവിങ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള ഒരാളാണ് ഞാൻ. ഫെസിലിറ്റേറ്റർക്ക് സ്വയം ഒരു ബോധം ഉണ്ടാവണം. അല്ലാണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം, ആ ഒരു രീതിയിൽ ഫെസിലിറ്റേറ്റർ വരരുത് എന്നാണ്. പിന്നെ പലപ്പോഴും നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുവാണ്, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. അതിനെ കുറിച്ച് നല്ല രീതിയിലൊരു സെൻസ് ഈ ഫെസിലിറ്റേറ്റർക്ക് ഉണ്ടാവണം. അവിടെ ഞാൻ എക്സ്പെക്ടേഷൻസ് അവരെ തടയരുത്, കൺട്രോൾ ചെയ്യരുത്, ഗൈഡൻസ് വേണം, ഒബ്സർവ് ചെയ്യണം. ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. കുട്ടികളെ ലീവ് ചെയ്യണം, അവരെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ ലീവ് ചെയ്യാം, പക്ഷെ അവർ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ ആ സപ്പോർട്ട് അവരെ ഗൈഡ് ചെയ്യും. ഗൈഡ് ചെയ്യുന്നത് അവരെ കറക്റ്റ് ചെയ്യുന്ന പോലെ, ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതാണ് ശരി, ആ രീതിയിലല്ല ഗൈഡ് ചെയ്യേണ്ടത്. അവരെ കറക്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്, അവരെ അല്ലാത്ത രീതിയിൽ തന്നെ ഗൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ്. ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഇതുപോലെയൊക്കെ നമ്മൾ പറഞ്ഞു പോയതാ. യുണീക്കാണ്, ഓരോ കുട്ടിയെ നമ്മള് ഓരോ വ്യക്തികളായിട്ട് കാണണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇനി വേണ്ട ഹാൻഡ് റൈസ് ചെയ്തല്ലോ, വായിക്കാനാണോ? മാം, ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ് ആ പോയിന്റ് അല്ലേ? അതെ. The Montessori teacher must treat each child as an individual, each different and unlike any other. Each has its own potential for life. Her duty is to provide a conducive environment to aid their physics progress. She must ensure. Sorry, ma'am. Scream boy. Sorry, ma'am. മ്യൂട്ടാണ് മാം.
സോറി, ഫോൺ സ്ക്രീൻ പോയതാണ്. മാം മ്യൂട്ടാണ്. മ്യൂട്ടാണ് മാം. മ്യൂട്ട് ഓൺ ചെയ്തോണ്ട് ഞാൻ മൈക്ക് ഇപ്പൊ ഡിസ്റ്റർബൻസ് വരണ്ടെന്ന് വെച്ചിട്ട് മ്യൂട്ട് ചെയ്തതാ. ഓക്കെ ഓക്കെ, വായിച്ചു. ഒന്നുകൂടെ വായിച്ചു ഫ്രം ദ ബിഗിനിങ് എക്സെപ്റ്റ്. The Montessori teacher must treat each child as an individual, each different and unlike any other. Each has its own potential for life. Her duty is to provide a conducive environment to aid their physical progress. She must ensure to each child is loved and has the right to be loved. Facilitator must treat each child as an individual. ചെറിയ കുട്ടികളുണ്ട്, അവിടെ ഇങ്ങനെ അവർക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടോ, അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ? Everybody has, every child, even though it's a small kid like of months, he or she has individuality, personality itself. പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് ത്രൂഔട്ട് അവന്റെ ഒരു ഏജ്, അവന്റെ ലൈഫ് സ്പാനിൽ നടക്കുന്നത്. സോ അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ that will be very bad. So every kid has individuality, so we have to treat them as unique individual. Each different ആണ്, അൺലൈക്ക് ആണ്. എല്ലാവരും ഒരേപോലത്തെ കുട്ടികൾ തന്നെ. അവന് ചെയ്യാൻ നിനക്ക് എന്ത് ചെയ്യുമ്പോൾ ചെയ്തുകൂടാ, ഒരു കാര്യം ഒരിക്കലും ഒരു കുട്ടിയോടും പറയരുത്. ബോത്ത് ആർ ഡിഫറെന്റ്. രണ്ടുപേരും യുണീക്ക് ആണ്, രണ്ടുപേരുടെ ഡിഫറൻസസ് ഉണ്ട്. അവൻ ചെയ്യുന്ന പോലെ ഇവൻ ചെയ്യണമെന്നില്ല. ഓക്കെ, സോ അവനാകാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ടായിക്കൂടാ. സ്ഥിരം സെന്റൻസ് ആണ് പാരന്റ്സ് ചില ടീച്ചേഴ്സും യൂസ് ചെയ്യണ കേൾക്കാം. Each has his own potential for life. Everybody has potential. Everybody. നമ്മള് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ സെൻസറി മോട്ടർ സ്റ്റേജ് ആരുടെയെല്ലാം വന്നത് പിയാഗറ്റ് ഉണ്ട്. ഏതോ ഒരു സൈക്കോ പിയാഗറ്റ് എന്നാണ് എന്റെ ഓരോ സെൻസസും ഓട്ടോ ഡെവലപ്മെന്റ്സും അല്ലെ, അവരവരുടെ സെൻസസും യൂസ് ചെയ്യുന്നു. ശരിക്കും ഈവൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും സെൻസസ് നല്ലപോലെ യൂസ് ചെയ്യണം. ഒബ്സർവേഷൻ എല്ലാം വരുന്നത് ആ സെൻസ് യൂസ് ചെയ്യുക. കേൾക്കണം. ബാക്കിലൊരു കുട്ടി നിന്ന് എന്തെങ്കിലും പറയുവാണെങ്കിലും ആ ഡയറക്ടേഴ്സിന്റെ ഹിയറിംഗ് കപ്പാസിറ്റി അത് നല്ലതായിരിക്കും. കുട്ടികൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുക്കിംഗ് നടക്കും. അപ്പം നല്ലപോലെ ആ സ്മെല്ല് വരണം. ചെയ്യുമ്പോൾ കരിഞ്ഞു പോയോ അല്ലെങ്കിൽ കുക്കിംഗ് കൂടിപ്പോയോ എന്നൊക്കെ. അപ്പൊ എല്ലാ സെൻസസും എല്ലാവരും യൂസ് ചെയ്യണം. ഫെസിലിറ്റേറ്റർ ആണെങ്കിലും കുട്ടികൾ. പിന്നെ കുട്ടികളിൽ ചെറുപ്പത്തിൽ തുടങ്ങി അവരുടെ മോട്ടോർ മൂവ്മെന്റ്സ് അതിന്റെ ഡെവലപ്മെന്റ് നടക്കും. അപ്പൊ മോട്ടോർ ഡെവലപ്മെന്റ് സ്റ്റാർട്ടിങ്ങിലേ അവർക്ക് നടക്കുന്നുണ്ട്. സോ are not supposed to suppress all their development. We have to consider them individual, unique individual. Everybody has potential. So their duty is to provide a conducive environment, contributing ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. അതായത് കുട്ടികൾക്ക് അവിടെ വളരാൻ ഡെവലപ്പ് ആകാനുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഈ ഫെസിലിറ്റേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ സൈക്കിക് പ്രോഗ്രസ്, അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രസിന് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അതിനുള്ള എയ്ഡ് ഹെൽപ്പ് കൊടുക്കുന്ന ഒരു ഏജന്റ് എന്ന് വേണമെങ്കിൽ പറയാം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ഷീ മസ്റ്റ് എൻഷുവർ ദാറ്റ് ഈച്ച് ചൈൽഡ് ഈസ് ലവ്ഡ്. ഓരോ കുട്ടിയും സ്നേഹിക്കപ്പെടണം. ആൻഡ് ഹാസ് ദ റൈറ്റ് ടു ബി ലവ്ഡ്. നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും. ബട്ട് നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെയല്ലേ. ഈ ചൈൽഡ് ഈസ് ലവ്ഡ് ആൻഡ് ഹാസ് ദ റൈറ്റ് ടു ബി ലവ്ഡ്. ഓരോ കുട്ടിയുടെ റൈറ്റ് ആണ് അത്, അവരെ സ്നേഹിക്കപ്പെടണം എന്നുള്ളത്. എത്ര ഏജ് ആണെങ്കിലും നമ്മളെ ഒരാള് നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ നമ്മളുടെ കുട്ടികളാണെങ്കിലും അവരുടെ സ്നേഹം കാണിക്കുമ്പോൾ ഇഷ്ടക്കേടുണ്ടാവും. നമുക്കത് ഇഷ്ടമാണ്. എത്ര പ്രായമായാലും നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കത് ഇഷ്ടമാണ്. റിലേഷൻഷിപ്പ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ലവിന് അങ്ങനെ ഇംഗ്ലീഷിലാകെ ലവ് എന്നുള്ള ഒരു വേർഡേ ഉള്ളൂ. അതിന് വേറെ പല മീനിങ് പലയിടത്തും പോകും. സോ അത് സ്നേഹം മലയാളത്തിലാകുമ്പോൾ പ്രശ്നമില്ല. സ്നേഹം ഇഷ്ടമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകളല്ലേ. സ്നേഹിക്കപ്പെടുന്നത് ഭയങ്കര ഒരു
എന്താ പറയാ, എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യം തന്നെ. സോ ചൈൽഡ് ഹാസ് എ റൈറ്റ് ടു ബി ലൗഡ്. കുട്ടികൾക്ക് അഫെക്ഷൻ ലവ് എല്ലാം കിട്ടേണ്ടത് തന്നെയാണ്. സോ വി ഹാവ് ടു പ്രൊവൈഡ് ദാറ്റ്, ആൻഡ് the Montessori facilitator has some responsibility to love each kid unconditionally without any partiality. അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വൺ, ഫെയ്ത്ത്. വൺസ് ഈ കുട്ടികൾക്ക് നമ്മളുടെ ഫെയ്ത്ത് തോന്നുവാണ്. Already നമ്മൾ പറഞ്ഞു, we have to be true to ourselves, we have to be loyal to others. നമ്മള് കുട്ടികളോട് ഭയങ്കര സത്യസന്ധമായിരിക്കും. ഈവൻ നമ്മളുടെ മക്കളാണെങ്കിലും ചിലപ്പോ നമ്മളോടുള്ള അടുപ്പത്തില് വന്നിങ്ങനെ ഭയങ്കര സീക്രട്ട് ഒക്കെ വന്നു പറയും, ആരും കൂടി പറയരുതട്ടോ എന്ന് പറഞ്ഞിട്ടോ സീക്രട്ട് ഒക്കെ പറയും. അപ്പൊ അവർ പറയുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ സിറ്റിയായിട്ട് നമ്മൾ വിചാരിക്കരുത്, അഥവാ തോന്നിയാൽ കൂടി അവരുടെ ആ പ്രോമിസ് നമ്മൾ കീപ്പ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈവൻ ഈ കൗൺസിലിംഗ് സെഷനിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് പറയും. ചിലപ്പോൾ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പാരന്റ്സിനെ അറിയിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെന്ന് വരുമ്പോൾ കുട്ടി എത്ര പ്രായം കുറഞ്ഞ ആളാണെങ്കിലും നമ്മൾ ഫസ്റ്റ് കുട്ടിയോട് ചോദിക്കും, ഈ ഒരു കാര്യം പാരന്റ്സിന് പറഞ്ഞാലാണ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ച് അവരുടെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പാരന്റ്സിനെ അറിയുന്നത്. പറയുകയാണ് വേണ്ട എന്ന് പറയുവാണെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. പാരന്റ്സിനെ അറിയിക്കാതെ നമ്മൾ വേറെ രീതിയിൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ കുഞ്ഞു കുട്ടിയാണെങ്കിലും വലിയ ഒരാളാണെങ്കിലും കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യാൻ തന്നെ വേണം. കുട്ടികൾക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്ത് നമ്മളോട് ഓപ്പൺ അപ്പ് ആയിട്ട് പറയും. അപ്പൊ നമ്മൾ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആസ് എ മദർ, ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മളുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവനെല്ലാം റിവീൽ ചെയ്യുള്ളൂ. വൺസ് നമ്മൾ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളുടെ അടുത്ത് പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങും, പറയില്ല. Okay, third one. Into psychological observation. ആ ബുള്ളറ്റ് പോയിന്റ്സ് മുമ്പ് വരേണ്ട കാര്യങ്ങൾ ആരെങ്കിലും വായിക്കാം. മരിയ മോണ്ടിസോറി 3 കീ ഏരിയാസ് പറയുന്നുണ്ട് കുട്ടികളുടെ ആ ഒരു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ. ഇങ്ങനെ അവരെ ഒബ്സർവ് ചെയ്യണം. അവർ ഏതൊക്കെ ലെവൽസിൽ, ഏതൊക്കെ ഏരിയാസിലാണ് ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തുടങ്ങി കുട്ടി വന്നപ്പോ തുടങ്ങി അതിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. മെയിൻ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ കുട്ടിയെ അവൻ ചെയ്യുന്ന ആക്ടിവിറ്റി, അവന്റെ കോണ്ടാക്ട്, അവന്റെ സ്വഭാവം, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, ഓരോ ദിവസവും അവന്റെ ഡെവലപ്മെന്റ് വരുന്ന വ്യത്യാസം, അതെല്ലാമാണ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറയുന്നത്. ചില NGOs ഒക്കെ സ്കോളർഷിപ്പ് കൊടുക്കില്ലേ കുട്ടികൾക്ക്. ചിലര് ആ മാർക്ക് മാത്രം നോക്കില്ല, ഈ മാർക്ക് കിട്ടിയ കുട്ടികളെ കൊണ്ടുവന്നൊരു ക്യാമ്പ് ചെയ്യും. അതായത് അവരൊരു ആദ്യം റിട്ടേൺ എക്സാം നടത്തും. റിട്ടേൺ എക്സാമിൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ 80% എബോ മാർക്ക് കിട്ടിയ 10th കുട്ടികൾക്ക് വിചാരിച്ചു. 10th കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനായിട്ട് ചുമ്മാ കൊടുക്കില്ല. അപ്പൊ അതിന് ആ പെർസെന്റേജ് കൂടുതൽ കുട്ടികളെ വിളിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് എക്സാം ആദ്യം കണ്ടക്ട് ചെയ്തു. ഫസ്റ്റ് ഫിൽട്ടറിങ് അവിടെ നടന്നു. എക്സാം ക്വാളിഫൈ ചെയ്തു. ഒരു 50 പേര് വന്നു, 30 പേര് ക്വാളിഫൈ ചെയ്തു. ഈ 30 കുട്ടികളെ ചിലപ്പോ 5 ഡേയ്സോ 3 ഡേയ്സോ എന്തെങ്കിലും ഡേയ്സിൽ ക്യാമ്പിലായി. അവിടെ വേറെയും സെഷൻസ് വരും. ഫൈനൽ സ്റ്റേജില് ഫിൽട്ടർ ചെയ്ത് ക്വാളിഫൈഡ് ആകുന്നവർക്കായിരിക്കും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം. പല കോൺടെസ്റ്റുകളും അങ്ങനെയല്ലേ നടക്കുന്നത്. ഇപ്പം ഐഡിയ സ്റ്റാർസ്, അതുപോലെ പല പല മിസ് കേരള, മിസ് ഇന്ത്യ, മിസ് യൂണിവേഴ്സ് ഒക്കെ നടക്കുന്ന പല പല സ്റ്റേജസ് ഓരോ ഇത് കഴിഞ്ഞിട്ടല്ലേ ആളുകളെ സെലക്ട് ചെയ്ത്. അതുപോലെ സ്കോളർഷിപ്പ് കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ ചില NGOs അവരിങ്ങനെ ക്യാമ്പ് നടത്തും. ഈ ക്യാമ്പിലെ കുട്ടികളുടെ ബിഹേവിയറൽ അനാലിസിസ് നടത്തും. ഈവൻ വെൻ അവര് ഭക്ഷണം കഴിക്കാനായിട്ട് ക്യൂ നിൽക്കും, അവിടെ അവർ നിൽക്കുന്ന രീതി ഡിസിപ്ലിൻ ആണോ, അതൊക്കെ കയറി ഓടി വന്ന ഫുഡ് എടുത്ത് ഓടുവാണോ, അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ മാർക്ക് കടക്കും. അതുപോലെ ചില സർട്ടൺ കീ ഏരിയാസ് ഉണ്ട് കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട്. ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ. അതായത് നമ്മൾക്ക്
മോർണിംഗ് 10 o'clock തുടങ്ങി വൈകുന്നേരം വരെ അവരെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല ശരിക്കും. അവര് ചെയ്യുന്ന ചില ഏരിയാസ് വരും, അവിടെയാണ് ഇത് ചെയ്യുന്നത്. സോ അതായിരുന്നു അത്. നെക്സ്റ്റ് കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്, അത് വായിച്ചാൽ മതി. മുകളിലുള്ള പാരഗ്രാഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതാരെങ്കിലും ഒന്ന് വായിക്കൂട്ടോ. കാണാൻ സ്പ്ലിറ്റ് ചെയ്യും. Anyone please? 7 minutes more. 7 points. So please. മാം Yes, Mubina, വായിക്കാനാണോ? വായിക്കാം. വാട്ട് ടാസ്ക് അത് മുതലല്ലേ ബുള്ളറ്റ് പോയിന്റ്സ് അല്ലേ? Yes, അതെ. What the task is and how long he continues working at it, shortness in completing it and reiterating the same exercise, his individual trait in applying himself to particular task, to what task he applies himself during the same day and with how much endurance, if he has periods of impulsive industry and how many days these periods continue. Ma'am, book പോയി. മാം മ്യൂട്ടാണ്. എനിക്ക് മനസ്സിലായി അവിടെ അടുത്തിരുന്ന ആരോ കഥ വായിക്കാൻ വരുന്നുണ്ടെന്ന്. ബുക്ക് എടുത്തോണ്ടുപോയി. വായിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. ഒരു കുട്ടി ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ ഹൗ ലോങ്, എത്ര ടൈം അത് വർക്ക് കണ്ടിന്യൂ ചെയ്യും, പിന്നെ റീ ഐഡന്റിഫൈ ചെയ്യും, എത്ര നേരം അത് റിപ്പീറ്റ് ചെയ്യും. ചിലപ്പോൾ ചില ആക്ടിവിറ്റി ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നവർ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് റിപ്പീറ്റ് മേക്സ് ഇറ്റ് പെർഫെക്റ്റ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് പറയുന്ന പോലെ. ചിലപ്പോൾ അവരത് അടുത്തിട്ട് അവിടെ ഇട്ടിട്ട് പോകും. ചിലപ്പോൾ അത് അവർക്കത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ അത് ചെയ്തുകൊണ്ടിരിക്കും. ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഷീറ്റ് കൊണ്ട് നമ്മളൊക്കെ കളിക്കാനുണ്ടായിരുന്നില്ലേ ചെറുപ്പത്തിലും. ഇങ്ങനെ മടക്കി ഒരു കൊച്ചി കൊട്ടാരം പോലെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു വൃക്ഷം പോലെയൊക്കെ ചെയ്യില്ലേ. അപ്പൊ അതൊക്കെ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു കാറ്റ് വരുമ്പോഴേക്കും ആ താഴെ പോകും. എന്നാലും നമുക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ആണ് അത് വീണ്ടും ആക്കി വെക്കാൻ. അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ഗ്രൂപ്പായി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടം തോന്നും. ചിലപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞാനത് ശരിയാക്കണം ആ ഒരു ഫീൽ ഉള്ളവര് അങ്ങനെ ചെയ്യും. അങ്ങനെ നമ്മൾ ചില ആക്ടിവിറ്റീസ് നമുക്ക് റിപ്പീറ്റഡ്ലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ. ചില ഗെയിംസ് ചെയ്യുമ്പോൾ നമ്മള് വിൻ ചെയ്യുന്നത് നമുക്ക് വീണ്ടും സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതേസമയം നമ്മൾ ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം എനിക്ക് വിൻ ചെയ്യണം നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ചില ഗെയിംസ്, ചില ആക്ടിവിറ്റീസ് ഇവര് റിപ്പീറ്റ് ചെയ്യും. എത്ര ടൈം ആ വർക്ക് ചെയ്യും, എത്ര ടൈം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, എത്ര ടൈം അത് എത്ര പ്രാവശ്യം ആ സെയിം എക്സസൈസ് തന്നെ റിപ്പീറ്റ് ചെയ്യും, ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചില കുട്ടികൾ ചില ആക്ടിവിറ്റി ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കാം അവൻ എന്തുകൊണ്ട് ആ ഒരു ഫീൽഡ്. ചിലർക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ചെയ്യാൻ താല്പര്യമായിരിക്കും, ചിലർക്ക് ക്രയോൺസ് വെച്ച് വരയ്ക്കാനായിട്ട് താല്പര്യം, ചിലർക്ക് അത്ലറ്റിക്കിന്റെ ചില ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് താല്പര്യം. ഓരോ കുട്ടികളുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റ് ആ ഒരു ഇത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഒരു ദിവസം തന്നെ ഏത് ടാസ്ക് ഒക്കെയാണ് ചെയ്യുന്നത് അത് നമുക്ക് നോട്ട് ചെയ്യാം. ഏതാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ എത്ര ഒരു സന്തോഷത്തോടു കൂടിയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് എത്രത്തോളം ഒരു എൻഡുറൻസ്, അതായത് എത്ര വിൽ പവർ ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ എത്രത്തോളം ഒരു പവർ കുട്ടിക്കുണ്ട് അത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതുപോലെ തന്നെ എത്ര ഡേയ്സ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് ചെയ്ത് കഴിഞ്ഞു സെഷൻ കഴിയുമ്പോൾ പിറ്റേ ദിവസം വന്നിട്ടും വീണ്ടും അത് തന്നെ എടുക്കാൻ തന്നെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കാണിക്കും. അത് ആ വീക്കിൽ എത്ര പ്രാവശ്യം കുട്ടി ചെയ്യുന്നു അത് നമുക്ക് നോട്ട് ചെയ്യാം, ശ്രദ്ധിക്കാം, ഒബ്സർവ് ചെയ്യാം. പിന്നെ അതില് അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രസ്. ഫസ്റ്റ് ഡേ 10 minutes എടുത്തായിരിക്കാം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ ആയപ്പോൾ 7 minutes ആയി. പിന്നെയും ചെയ്തപ്പോൾ ഒരു 5 minutes അവൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് അത് നോക്കാം ആ ഒരു പ്രോഗ്രസ്.
ആ ടാസ്ക് ചെയ്യുന്നതിൽ പ്രോഗ്രസ് നോക്കാം. പിന്നെ റെഗുലർ ആയിട്ട് ഏത് ടാസ്ക് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ചിലത് ഇങ്ങനെ കുറെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ടൈം അവൻ ഏത് ടാസ്ക് എടുക്കാൻ പോകും, ഏത് ആക്ടിവിറ്റി ചെയ്യുന്നത്, സോ വി ക്യാൻ നോട്ട്. നെക്സ്റ്റ്, പലപ്പോഴും ഇവിടെ അറ്റൻഷൻ ഡിസ്ട്രാക്റ്റഡ് ആകാം. ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വേറൊന്നിലേക്ക് പോകാം. അതിന് വേണ്ടുന്ന ട്രിഗർ ആയി അവൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? മേ ബി അടുത്തിരിക്കുന്ന ഒരു കുട്ടി ചെയ്യുന്നത് കാണുമ്പോൾ അതായിരിക്കും കൂടുതൽ നല്ലത്. പറയില്ലേ, കിരപ്പച്ചെന്നൊക്കെ പറഞ്ഞ് പറയില്ലേ, ഇപ്പൊ ചിലപ്പോ കുട്ടികൾക്ക് ആ ഒരു ഫീല് വരും, ഈ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും, ഇത് വേണ്ട, അതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ അത് ചെയ്യണം. നെക്സ്റ്റ്, ഇത് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മളൊന്ന് ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് നിർത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവന് ബോധർ ചെയ്യുന്നുണ്ടോ, പുറത്ത് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അവനെ ബോധർ ചെയ്യുന്നുണ്ടോ, ഡെലിബറേറ്റ് ആയിട്ട് ഇന്ററപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ടാസ്ക് നിർത്തുന്നുണ്ടോ, അറ്റൻഷൻ കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു ലെവൽസിലൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റിയിലാണ് കൂടുതൽ നമ്മളുടെ ഒബ്സർവേഷൻ വരുന്നത്. റെസ്റ്റിംഗ് ടൈം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, പ്ലേ ടൈം ഒക്കെ ചില സമയത്ത് നമുക്ക് നോക്കിയാൽ മതി. ഉറങ്ങുന്ന സമയത്തൊക്കെ ആ ഒബ്സർവേഷന്റെ ലെവല് നമുക്ക് മാറ്റാം. ജസ്റ്റ് ശ്രദ്ധിക്കാം അവരുടെ സ്ലീപ്പ് എങ്ങനെയാണ്, ഡിസ്റ്റർബ്ഡ് ആണ്, സൗണ്ട് സ്ലീപ്പ് ആണ്, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ചില സമയത്ത് ഡിസ്റ്റർബ്ഡ് ആവുന്നത് എപ്പോഴായിരിക്കും, നമുക്ക് എന്തെങ്കിലും അൺഈസ്നെസ്, ഒരു കോൾഡോ കഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, അപ്പൊ അത് മാത്രമൊക്കെ ശ്രദ്ധിക്കാം. അതൊക്കെ വൺസിന്റെ വയലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരും. ഇതിലും പറയുന്നില്ല, ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ് ഈ എൻവയോൺമെന്റുമായിട്ട് കുട്ടിക്കുള്ള ഒരു ലിങ്ക്, കുട്ടിയെ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്. അത് ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. She prepares the environment and the child uses the environment to build up himself. The environment in the complete construction preparation അത് ഫെസിലിറ്റേറ്റർ ആണ്. ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഫെസിലിറ്റേറ്റർ, അത് യൂസ് ചെയ്യുന്നത് കുട്ടികളാണ്. സോ ഞാനൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ അതൊരു 10 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. 10 കുട്ടികളും അത് കഴിക്കും. അപ്പൊ ഭക്ഷണം നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, ഹൈജീൻ അല്ലായിരുന്നു, ശരിയായ രീതിയിൽ കുക്ക് ചെയ്തില്ല. 10 കുട്ടികളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് വരാം, വോമിറ്റ് ചെയ്യാം, ആകാം, അത് ഡൗൺ ആവാം, സംടൈംസ് ഹോസ്പിറ്റലൈസ്ഡ് ആവാം. സോ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു കുക്ക് വെൽ. അല്ലെ, ഞാൻ നല്ല രീതിയിൽ അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കും. So it is the responsibility of the Montessori facilitator to prepare the environment well, else it will negatively affect the kids. Clear, right? Yes, ma'am. Okay, so നമുക്ക് അഭ്യസിച്ച് പരിഹരിക്കുന്ന ഒരു സെഷൻ കൂടെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എൻവയോൺമെന്റിന്റെ പ്രിപ്പറേഷൻ. സോ എനിവേ, ഗോ ത്രൂ ദ ടോപ്പിക് and we will see next week. Okay, bye. Okay, ma'am. Bye. Thank you. Okay, ma'am. Thank you, ma'am. Okay, ma'am. Bye. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Ma'am, റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം പറഞ്ഞില്ലായിരുന്നോ? യെസ്, ഞാൻ ഡേറ്റ് ഇട്ടിരുന്നു. കുറച്ച് പേരൊക്കെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. സബ്മിറ്റ് ചെയ്യാനല്ല, കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആയിരുന്നു. റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യാന്നാണ്. സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ മാം, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ മാം, കംപ്ലീറ്റ് ചെയ്തു.